പിടിക്കാൻ പരിശീലനം നേടിയ ഫാൽക്കൺ പക്ഷികളെ പോലെ എതിരാളികളെ കൂട്ടിക്കെട്ടി കുഴിഞ്ഞെറിയുന്ന പുതിയ തന്ത്രങ്ങളുടെ പൂർണ്ണബുദ്ധിയുടെ കരുത്തുമായി മലപ്പുറം അവസാനവത്തെ കൊട്ടിക്കലാശം. കായിക സ്നേഹികൾ നിറവിന്റെ കൈയടികൾ ഒരുക്കി തന്നെ ഒന്ന് സ്വീകരിക്കുക. 75,000 രൂപ ക്യാഷ് അവാർഡും കനക കിരീടവും അത് ആരുടെ കരങ്ങളിലേക്ക്. ഇന്റീരിയർ ജോസ് ബണ്ടൂർ ആവേശങ്ങളുടെ പോരാട്ടങ്ങൾക്ക് വീണ്ടും അത് വേദിയൊരുക്കുവാൻ കേരളാനി നഴ്സറി സേലം ടിമ്പേഴ്സ് ഫർണിച്ചർ JRP അഡ്മാസ് മുക്കം കയ്യടികൾ ഒരുക്കി മാത്രം ഒന്ന് സ്വീകരിക്കേണ്ടൊരു പടയോട്ടങ്ങളുടെ മത്സരവേദി. ചാലിയാറിന്റെ താരാട്ടും അറബിക്കടലിന്റെ സമ്മാനവും കാടും കാട്ടാറും കാട്ടരുവിയും കല്ലും മക്കായും മിഠായിത്തെരുവും കല്ലിത്തുരയുമാണ് സാമൂതിരിയുടെ തട്ടകത്തിൽ നിന്നും പടവാളേന്തിയ പഴശ്ശിയും പടയോട്ടം കൊണ്ട് വീരാളിപ്പട്ടം ചുറ്റിയ ടിപ്പുവും ഇരുതലമൂർച്ചയുള്ള കുന്നാലി മരക്കാരും നെഞ്ചൂക്ക് കൊണ്ട് പടുത്തുയർത്തിയ മലബാറിന്റെ മാണിക്യ കൂട്ടങ്ങളായി പോരാട്ടങ്ങൾക്ക് കളമൊരുക്കുവാൻ കടന്നു വന്ന യോദ്ധാക്കളുടെ കളിയാട്ട വേദി ഇത്. ഒരു പുറത്ത് JRP, എതിർമുഖത്ത് ജോസ് ബണ്ടൂർ. നിറവിന്റെ കയ്യടികൾ ഒപ്പം ചേരേണ്ടൊരു മത്സര കളിത്തട്ടകം. കയ്യടികൾ സമ്മാനിച്ച് മാത്രമാണ് സ്വീകരിക്കുക. വീണ്ടും തിരികെ പിടിക്കുവാൻ JRPയുടെ നീലപ്പടം. അതേ JRPക്കൊപ്പം മത്സരവേദിയിൽ മികവുള്ള വിഷയങ്ങളെന്നും അരക്കെട്ടുറപ്പിച്ച അമരക്കാരൻ 7ാം നമ്പറിൽ ലാലു എന്ന കോഴിക്കോട്ടുകാരനെ കണ്ണൂരിന്റെ പാളയത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ച് പാർട്ടിൽ കൊണ്ടുപോലും കൂട്ടാളികളും ജോസ് ബണ്ടൂർ മറ്റൊരു ചരിത്ര വിഷയത്തിലേക്ക് സ്വീകരിച്ച് കയ്യിൽ നിന്നും എഴുതിപ്പോകുന്നത് ചില്ലറ കുട്ടുകളല്ല. 75,000 എന്ന ഞങ്ങൾക്ക് മനസ്സിൽ നിന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് 18 ടീമുകളിലെ 126 കായിക താരങ്ങൾ ഇന്ത്യന്റെ മണ്ണിൽ പോരടിച്ചെങ്കിൽ അവസാന 14 പേർ അതിലാരാണ് ഇന്ത്യന്റെ മികച്ച യോഗ്യതർ. കൈയടിച്ചാൽ തിരികെ പിടിക്കാൻ ജോസ് ബണ്ടൂർ. ഞങ്ങളുടെ പിരിവിന് ഞങ്ങൾ തയ്യാറല്ല. ബണ്ടൂരിന്റെ ചെമ്പറ മലബാറിന്റെ പോരാട്ടത്തെ വലിയമൊരുക്കി മുഖത്തിന്റെ ആഗ്രഹത്തിന്റെ ആവേശങ്ങൾ അപ്പാടെ പിടിച്ചടക്കി 1ാം സെറ്റ് കോഴിക്കോടിന്റെ പീരങ്കി പടയെങ്കിൽ വണ്ടൂരിന്റെ പിണ്ടുകീറിയ പോരാട്ടങ്ങൾക്ക് മേലെ മലപ്പുറത്തിന്റെ കടുവകൾ തിരിച്ചു വരുമോ എന്നറിയുന്നതിനുള്ള 2ാം സെറ്റിലേക്ക് കളിക്കളം വഴിമാറുന്ന കാഴ്ച. പുറത്തിറങ്ങിയ ബാംഗ്ലൂർ മലയാളി കൂട്ടായ്മയുടെ എല്ലാ അമരക്കാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന പോരാട്ടം ആരംഭിക്കും. തന്നെ സ്വീകരിക്കും. ആവേശത്തിന്റെ മുന്നിലേക്ക് വീണ്ടും 2ാം സെറ്റിന്റെ ആവേശ പോരാട്ടത്തിന്റെ നടുത്തളം. ആവേശ കടമണിയുടെ വിനയമുനമ്പുകളിലേക്ക് നടന്നതേറാൻ തീവാറുന്ന പോരാട്ട ചരിത്രങ്ങളുടെ കരളയാത്ത പോർവീതികളിൽ നിന്നും അണയാത്ത കനൽക്കട്ടകളുടെ ചെഞ്ചായം ചാലിച്ച നൂലിഴകളാൽ ഊടും പാറും നെയ്തെടുത്ത കിതയ്ക്കാത്ത കാൽമഴമ്പുകളുമായി കളിയാട്ട വേദിയുടെ കരിങ്കൽ പടവുകളിൽ കരുതലോടെ പൊരുതിക്കയറുന്ന കായിക പടയാളികൾ കൈയടിച്ചു തന്നെ സ്വീകരിക്കേണ്ടുന്ന പടയോട്ട വേദിക. കൈയടിച്ച് മലയാളം കൈയടി ബാംഗ്ലൂരിന്റെ കളിത്തട്ടകത്തിൽ മുടങ്ങട്ടെ. ആരവങ്ങളുടെ കൈയടി താളങ്ങൾക്ക് നടുവിൽ 2ാം സെറ്റിന്റെ പടയോട്ട വേദി. ഒന്നാം സെറ്റ് മത്സരം കൈക്കലാക്കി JRP. എതിരാളി അതേ നാണയത്തിൽ തിരിച്ചടിച്ച് 2ാം സെറ്റിന്റെ കളിക്കളത്തിൽ വിജയം ഒപ്പം ചേർത്ത് പിടിച്ച് ജോസ് ബണ്ടൂർ 1-1 തുല്യത പാലിക്കുന്നു.
മൂന്നാം സെറ്റ് മത്സരത്തിലേക്ക് കളിക്കളം വഴിമാറും. അതുതന്നെ പ്രത്യേകമായി നന്ദി പറയേണ്ട ഒരാളിവിടെ ഉണ്ട്. ഫൈനൽ പോരാട്ടത്തിന്റെ കളിക്കളം കൈയടക്കാൻ Wow Projects and Interiors റബിൻ ഈ കളിയാട്ട കളരിയിലേക്ക് സമ്മാനിച്ച വണ്ടൂരിന്റെ അമരക്കാർ ജാസ് വണ്ടൂർ മലപ്പുറം എതിർമുഖത്ത് ബാബു അഗസ്റ്റിനും പോൾ ഫ്രാൻസിസും ഒന്നിച്ചു ചേർന്ന് ഈ കളിയാട്ട വേദിയിലേക്ക് കൊണ്ടുവന്നവർ ജയാർപി ഉയർന്ന കളിയാടികൾ ഒരുക്കി തന്നെ സ്വീകരിക്കുക. അവസാനത്തെ കൊട്ടിക്കലാശം ഇപ്പോൾ കൈയടിച്ചില്ലെങ്കിൽ ഇത് എന്ന് കൈയടിച്ച് ആവേശത്തിന്റെ പോരാട്ടങ്ങളിലേക്ക് കളിക്കളത്തിൽ ചുവടുകൾ നിൽക്കുന്ന മുന്നണി പോരാളികളുടെ പടയങ്കം വേദിയുടെ പൊന്നാപുരം കോട്ട ആദ്യ കൈയടക്കം മൂന്നാം സെറ്റിൽ ഒപ്പം ചേർത്ത് പിടിക്കാൻ നാടായ നാടെന്നും നായകന്മാരായി മാറുവാൻ നേരായ മാർഗത്തിൽ പോരാട്ടം നയിച്ച് കടന്നു വന്ന 14 പോരാളികൾ മണ്ണിൽ കുരുത്തതിനോടും മനസ്സിൽ കുരുത്തതിനോടും പിന്തള്ളി വണ്ടൂരിന്റെ യോദ്ധാക്കൾ ചാമ്പ്യൻ പട്ടം റിബിന് സമ്മാനിക്കുന്നു. പ്രൊജക്ട് ആൻഡ് ഇന്റീരിയേഴ്സ് സ്പോൺസർ ചെയ്ത ജാസ് വണ്ടൂർ. ഒന്നാം സമ്മാനം 75,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും ഏറ്റുവാങ്ങുമ്പോൾ നീ ഒരു ഡൂക്കിൽ കമ്പനിയുടെ ഷെയർ